TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ മുംബൈ ബിസിനസ് കൺസൾട്ടൻ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദീബ്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ 2016-17 ബാച്ചിൽ 2 വർഷം പബ്ലിക് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1 വർഷം റിപ്പീറ്റ് ചെയ്തു IIT ബാച്ചിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി വലിയമല തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ബിടെക് ഏവിയോണിക്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം either he can become an engineer or he can shift to some other branches. അപ്പോൾ അദീബ് തീരുമാനിച്ചത് കുറച്ചും കൂടി മാനേജ്മെന്റ് ലെവലിലേക്ക് ചേക്കേറാനാണ് അദീബ് ആഗ്രഹിച്ചത്. സിവിൽ സർവീസ് കഴിഞ്ഞാൽ കുറച്ച് ടഫുള്ളൊരു എക്സാമാണ് CAT, കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ ടെസ്റ്റ് എഴുതി ഈ ക്രാക്ക്ഡ് CAT ആൻഡ് ഈ ജോയിൻഡ് IIM അഹമ്മദാബാദ്. IIM കിട്ടി. അവിടുന്ന് ആ കോഴ്സ് IIM PGPA പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു MBA. നീ ISRO യിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. അത് നമ്മുടെ കേരളത്തിലാണുള്ളത് കൊണ്ട് നമ്മൾ അഭിമാനിക്കാം. IIM എന്ന് കോഴ്സ് കഴിഞ്ഞ് ഈ ഗോട്ട് പ്ലേസ്മെന്റ്. നൗ ഈസ് ഇൻ ടാറ്റ കൺസൾട്ടൻസി മുംബൈ ആസ് എ ബിസിനസ് കൺസൾട്ടന്റ്. ഞാൻ 10th വരെ നോർമൽ നമ്മുടെ നാട്ടിൽ സ്കൂളിലൊക്കെ പഠിച്ചു. ഇപ്പോൾ 11th ആവാൻ നേരത്ത് ഞാൻ അതൊരു ട്യൂഷനൊന്നും പോയിട്ടില്ല. ആൻഡ് ഐ വാസ് വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ട്യൂഷനൊന്നും പോവാതെ സ്കൂളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യായിരുന്നു. അപ്പോൾ 11th എത്തിയപ്പോൾ എൻ്റെ ഉമ്മ ഇപ്പം ചോദിച്ചു, ഡു യു വോണ്ട് ടു ഗോ ഫോർ ട്യൂഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു ട്യൂഷൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം സ്കൂളല്ലാതെ വേറെ പോകണ്ടേ. അപ്പോൾ പറഞ്ഞു ഡെയിലി പോകണോ അതോ വീക്കെൻഡ് മാത്രം പോയാൽ മതിയെന്ന്. അപ്പോൾ ഡെയിലി പോകുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീക്കെൻഡ് മാത്രം പോയാൽ മതി. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് ദൂരത്തൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് യൂണിവേഴ്സൽ, അവിടെ പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കയറി വരുമ്പോൾ ഇവിടുത്തെ ക്ലാസ് സ്ട്രക്ചർ വ്യത്യാസമില്ല. ഇവിടെ പോഡിയം ഉണ്ട്, സാർ അതിൻ്റെ മുകളിൽ കയറി മൈക്കിൽ സംസാരിക്കുന്നു. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം അത്രയും കാലം ഞാൻ കണ്ട ക്ലാസ്സുകളൊക്കെ. ഇവിടുത്തെ യൂണിവേഴ്സലിൻ്റെ ഏറ്റവും വലിയ കാര്യം അക്കാഡമിക്സ് ആണ് ഒബ്വിയസ്ലി, പക്ഷേ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര പഠിക്കാൻ എനിക്കതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല 12th വരെ, പക്ഷേ ഭയങ്കര മടിയനായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് എപ്പോഴും പറയുന്നു പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നും ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോഴും ഇവിടെ FSR എപ്പോഴും നോക്കും. ഹോസ്റ്റലാണെങ്കിൽ 11 o'clock വരെ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കി എന്താണ് ആവശ്യം എന്നനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഇവിടെ. ആദ്യമായിട്ട് കോളേജ് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ സപ്പോർട്ട് സിസ്റ്റം ഒന്നുമില്ല, അഴിച്ചു വിട്ട പോലെയാണ്. നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ FSR ഇങ്ങനെ കയറിയിട്ടിട്ട് ഒറ്റ വിടല വിടുക. അവിടെ എത്തിയപ്പോൾ ആരും നോക്കാനൊന്നുമില്ല, ഭയങ്കര സുഖമാണ്. അങ്ങനെ ഫസ്റ്റ് എക്സാം 45 മാർക്കിലായിരുന്നു. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും എൻ്റെ ഫസ്റ്റ് മാർക്ക്? അതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് 90% മാർക്ക് കിട്ടിയിരുന്ന ആളാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും എൻ്റെ മാർക്ക് എത്രയായിരുന്നു 45-ൽ? 0, 1 മാർക്ക്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അതായിരുന്നു മാർക്ക്. സെക്കൻഡ് ടൈം ആയപ്പോൾ എനിക്ക് മനസ്സിലായി സ്പോർട്സിനോട് പിന്നെയും പഴയ ഇൻട്രസ്റ്റ് തോന്നി. ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ വീട്ടിലോട്ട് വരികയാണെങ്കിൽ വൈകുന്നേരം ഫുട്ബോൾ കളിച്ചിട്ട് വീട്ടിൽ പോകുള്ളൂ. അങ്ങനെ കൺസിസ്റ്റൻ്റ്ലി മാർക്ക് പറഞ്ഞിട്ട് ഒരു ലെവലെത്തിയപ്പോഴാണ് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞത് ഇതൊന്നും നടക്കില്ല കേട്ടോ, ഇനി ശരിയാവില്ല. കാരണം ഫുട്ബോൾ ടീമിലുള്ള എല്ലാവരും ടോപ്പേഴ്സാണ്, ഞാനൊഴികെ. അപ്പോൾ അവിടെയുള്ള ആകെ ഒരു പ്ലേസ്മെൻറ്റ് ISRലോട്ടോ. അപ്പോൾ ഈ ടീമിലുള്ള എല്ലാവരും ISR സയൻറ്റിസ്റ്റ് ആകാൻ പോകുന്ന ആൾക്കാരാണ്. എനിക്കാണെങ്കിൽ വളരെ മാർക്ക് കുറവാണ്. ആ സമയത്ത് സീനിയേഴ്സ് വിളിച്ച് പറഞ്ഞതൊന്നും ശരിയാവില്ല, ഒന്നില്ലെങ്കിലും അഡ്വാൻസ് ക്രാക്ക് ചെയ്ത് വരുന്നതല്ലേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് നിർത്താനില്ലെങ്കിൽ മടിയന്മാരായിട്ട് പോകും. +2 വരെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു 4 കൊല്ലം കൊണ്ട് ഞാൻ കരിയർ എടുത്ത് കളയാൻ പോകുന്നില്ല, ശരിയാവില്ല. എല്ലാ കോഴ്സ് പഠിച്ച ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഓരോരുത്തരും ഓരോ ലെവൽ ഓഫ് എഫേർട്ട് ഇട്ടിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഡോക്ടർമാരൊക്കെ വളരെ 3-4 പേരുണ്ടാവുള്ളൂ. 70% എഞ്ചിനീയർമാർ. കാരണം അവർക്കറിയാം എന്നെക്കൊണ്ട് JEE മെയിനോ അഡ്വാൻസോ ക്രാക്ക് ചെയ്യാൻ പറ്റും, CAT ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇവിടുന്ന് ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ബിഗ് ബെനിഫിറ്റ്. നമ്മൾ കഴിവുകളെ നമ്മളാണ് കണ്ടെത്തേണ്ടത്, നമ്മളാണ് അതിനെ പരിപോഷിപ്പിക്കേണ്ടത്. അതിന് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, യെസ് ഐ ആം സ്മാർട്ട്, ഐ ക്യാൻ ഡു ദ തിങ്സ് വെരി സ്മാർട്ട്ലി എന്ന് പറയുന്ന ആ ഒരു പോളിസിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതും നിമിത്തങ്ങളായിരിക്കും.
ചിന്തകളിൽ മാറ്റം വരും, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. വി വിൽ കം എലവേറ്റഡ് ടു ആൻ ഹയർ സ്റ്റാറ്റസ്. ഒരു നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇങ്ങനത്തെ മീറ്റിംഗ് വളരെ ഉപകരിക്കും. ഇന്ററാക്ഷൻ വിത്ത് ദോസ് ഹു ഹാവ് സക്സീഡഡ് ഇൻ ദർ ലൈഫ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്ക് അത്ര കഴിവില്ല, ബുദ്ധിയില്ല, അല്ലെങ്കിൽ ബേസ് ഇല്ല, ഒന്നും ഒരു പ്രശ്നമില്ല. പ്രൊവൈഡഡ് വി ഷുഡ് ഹാവ് എ ദാറ്റ് ഈസ് പാഷൻ ഇൻ യുവർ മൈൻഡ്. ഇപ്പൊ മനസ്സിലൊരു പാഷൻ ഉണ്ടാവുക, അതിന് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവുക. ഈ രണ്ട് സംഭവം ഉണ്ടായാൽ മതി. നമ്മൾ വെറുതെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നാ പോരാ, നമ്മൾ വർക്കഹോളിക് ആയിരിക്കണം. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പ്രവേശിക്കണം. വെറുതെ ഇരിക്കരുത്. നമ്മളെ പരീക്ഷകൾ ഓരോന്നും അവസാനിക്കുന്നത് വരെ, ആ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി പാസ്സാവും. നമ്മൾ അക്കാഡമിക്സ് നമ്മൾ സ്ട്രോങ് ആക്കും. നമുക്ക് എല്ലാവരും മുന്നിൽ നീർന്നു നിൽക്കാൻ പറ്റണം. നമ്മൾ അക്കാഡമിക്സ് ആണ് ഏറ്റവും വലുത്. When we are having a passion in your mind, we should give priority for that only. That is the only aim. അതിലേക്ക് മാത്രമായിരിക്കണം ലക്ഷ്യം, അത് മാത്രമായിരിക്കണം ചിന്ത. ഊണിലും ഉറക്കത്തിലൊക്കെ ആ ഒറ്റ ചിന്ത ആയിരിക്കണം. അവിടെ നമ്മളെ മൃദുല വികാരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യൂല, ബാർഗെയിൻ ചെയ്യാൻ വരൂല. അതിനൊക്കെ നമുക്ക് ഗെറ്റ് എസൈഡ് മാറ്റി വെക്കാൻ കഴിയും.